ഗൈസ്, വെൽക്കം ടു സ്റ്റോറീസ് ബൈ ATP. സ്വന്തം രതീഷാന്റെ കല്യാണമാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, നമ്മളെല്ലാവരും പെരുമ്പാവൂര് ഏതൊരു അമ്പലത്തിലാണ് കല്യാണം. ഞങ്ങൾ ഓൾമോസ്റ്റ് പെരുമ്പാവൂര് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വണ്ടി നമ്മുടെ പിന്നിലുണ്ട്. നമ്മളെ വെച്ചാൽ കുറച്ചൊക്കെ ഈ വണ്ടിയില് ബ്ലൂടൂത്ത് ഇല്ല. സോ പാട്ട് കേൾക്കാൻ ഒരു വഴിയില്ല. രതീഷിന്റെ കൂടെ നഴ്സറി തൊട്ട് പഠിക്കുന്ന വ്യക്തിയാണ്. എന്താണ് രതീഷിന്റെ കല്യാണത്തെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? എന്നാലും എന്തെങ്കിലുമൊക്കെ പറ. എന്താ നല്ല അഭിപ്രായം? എന്നിട്ടാ നല്ല മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു പൗരനാണ്. അത്ര ഉള്ളല്ലേ? അപ്പൊ നമുക്ക് രഞ്ജിത്തിനോട് ചോദിക്കാം സീറ്റിന്റെ കല്യാണത്തിനെ പറ്റി. എന്താണ് നിനക്ക് സീറ്റിന്റെ കല്യാണത്തിനെ പറ്റി പറയാനുള്ളത്? സീറ്റിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണം എന്ന് പറയാൻ പറ്റില്ലല്ലേ? പക്ഷെ സീറ്റിന്റെ കല്യാണം നമുക്കൊരു ആഘോഷമാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാരും കൂടി ചേർന്ന് ആഘോഷിക്കുന്ന ഒരു കല്യാണമാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. രതീഷാനെ പറ്റി എന്തെങ്കിലും പറയാനെങ്കിൽ പറ. അങ്ങനെയല്ല, ഇതിനോട് ഡീറ്റെയിൽ ആയിട്ട് പറ. ഇങ്ങോട്ട് നോക്ക്. രതീഷാനെ പറ്റി രണ്ടു വാക്ക് പറ. ഓക്കെ, ആ വണ്ടിയിൽ നമ്മുടെ പിള്ളേരാണ്. അത് പിന്നില് വെച്ച് പിടിക്കുന്നുണ്ട്. അപ്പൊ അമ്പലം എത്തിയിട്ടുണ്ട്. പെരുമാവൂരാണ്. മുഹൂർത്തം 10-10 ടൈമാണ്. പിള്ളേര് ഹായ് കാണിക്കും. അമ്പലം എത്തിയിട്ടുണ്ട്. അതിനുണ്ട് അമ്പലം. രതീഷാനെ പറ്റി അടിപൊളിയായിരുന്നു. അല്ല, എന്താ രതീഷാനെ പറ്റി എന്താ പറയാനുള്ള? ചേട്ടൻ നല്ലവനാണ്. കല്യാണത്തിന് വിളിച്ചു, വരാം, ഫുഡ് കഴിക്കാൻ പോവാ. ഓക്കെ, വിശക്കണുണ്ടോ? രാവിലെ കഴിച്ചില്ല, 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാ. രതീഷാനെ പറ്റി എന്താണ് പറയാനുള്ള? നല്ലൊരു അഭിപ്രായമാണ്, നല്ലൊരു മനുഷ്യനാണ്. ഞാൻ പോയി ഫുഡ് കഴിച്ചത്. ഓക്കെ, ഡിജെ രതീഷാനെ പറ്റി എന്താണ് പറയുക? കൊടപ്പുഴയില് നല്ലൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിനമാണ്. അത് കഴിഞ്ഞിട്ട് രതീഷ്. അങ്ങനെ അത്ര ഉള്ളു. വേറെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഓക്കെ, താങ്ക്സ്. കല്യാണത്തൊക്കെ രതീഷേട്ടാ, ചേട്ടന്റെ കല്യാണത്തിന് ചേട്ടൻ എന്തിനു പറയാനുള്ളത്? കല്യാണത്തിനെ കുറിച്ച് ഇപ്പൊ ഒന്നും പറയല്ലോ. പിന്നെ പറയാം. രതീഷേട്ടനെ പറ്റി ഇല്ല, പറഞ്ഞു പോയാല്. കല്യാണത്തിനെ പറ്റി ഇപ്പൊ പറ. ഞാൻ പറ. ഭയങ്കര ലുക്കായിട്ടല്ലോ. നാണഭിനയിക്കും. എങ്ങനെയുണ്ടായി യാത്രക്ക്? നമ്പലൊക്കെ എങ്ങനെയുണ്ട്? പറ. വളരെ ഭയങ്കര ലുക്കായിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ഐശ്വര്യമുണ്ട്. ബാക്കി പറ. എന്താണ് കല്യാണത്തിനെ പറ്റി പറയാനുള്ളത്? അത് പറ. അല്പസമയം ടെൻഷനുണ്ടോ? ഇല്ല. 100% ഒരിത്തിരി. ഓക്കെ, കല്യാണ ചെക്കാൻ സൂര്യോട് പറ. ശരിയാ, കല്യാണത്തിനെ പറ്റി എന്നിട്ട് പറയാനുള്ളത്? ഞാൻ പറ. ലുക്കിംഗ് നൈസ് രണ്ടാളും അടിപൊളിയായിട്ടുണ്ട്. ശരിയാ, പറ. എന്തെങ്കിലും പറ. 2 വാക്ക് കല്യാണത്തിനെ പറ്റി. എന്നാ ശരി, ദിശാന്റെ 2 വാക്ക് പറ. വേഗം പറ. 2 വാക്ക് പറ. എന്തെങ്കിലും പറ്റി പറ. എന്തെങ്കിലും 2 വാക്ക് പറ. താൻ പറ. സൂര്യനെ പറ്റി പറ. വേഗം പറ. അപ്പൊ ഇത്ര ആളോ? സൂര്യക്കോ? കോപ്പി അടിക്കുന്ന. ഓക്കെ, സീറ്റിനെ പറ്റി 2 വാക്ക് പറ. മുട്ടാണ്. പിന്നെ അപ്പൊ നീ ഭയങ്കര ലുക്കായി. ആക്ച്വലി ഭയങ്കര ലുക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഐശ്വര്യം. അമ്പലമ്മ പറ. രതീഷാനെ പറ്റി പറ. നല്ല കുട്ടിയാ. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞോ. നല്ല കുട്ടിയാണ്.
നിങ്ങൾ കോപ്പി അടിക്കണേ വേറെ ആക്സസ് പറ നല്ലവനാ പിന്നെ വേറൊന്നും പറയാനില്ല ഓക്കെ താങ്ക്സ് ഗൈസ് പറ ആരും കല്യാണം കഴിഞ്ഞു എന്താണ് പറയാനുള്ളത് വേമ്പറ കല്യാണം കഴിഞ്ഞ് അടുത്ത പ്രശ്നത്തിലേക്ക് ഓക്കെ ഓക്കെ വേമ്പറ ചെറിയ പ്രശ്നം പറ്റി നമുക്ക് സ്ഥലം അറിയില്ല എങ്ങനെ പോണ്ടേന്ന് അപ്പോ ഫുഡ് കഴിക്കണം വേറെ സ്ഥലത്ത് പോണം അതുകൊണ്ട് പോണം ഫുഡ് കഴിക്കാൻ പോലെ വിശക്കല്ലേ ഒന്നേ വിശക്കല്ലേ കത്തണില്ലേ ഫുഡ് കഴിക്കാൻ പോണേ അമ്മ വിശക്കണുണ്ടാ ഓക്കെ അതിലൂടെ ഇവിടെ ഇവിടെ പറഞ്ഞ അത് ഇവിടെ തിയേറ്ററിന്റെ ഓപ്പോസിറ്റാണ് തിയേറ്ററിന്റെ ഓപ്പോസിറ്റാണ് അറിയില്ല എവിടെ ഫുഡ് ഉണ്ടോന്ന് അറിയില്ല പക്ഷെ നല്ല വിശക്കുണ്ടോ ഓ ഞങ്ങള് ഫുഡ് തേടി പോവാണ് ഇതാണ് ഓഡിറ്റോറിയം ദിശാന്റെ പാപ്പനാണ് ആളോട് ചോദിക്കാം ദിശ നിങ്ങപ്പാ ദിശാനായിട്ട് പറ ഇതിന് പറയാനുള്ളേ രതീഷ് എന്ന ഉണ്ണി നല്ല കാലിബറുള്ള പയ്യനാണ് മിടുക്കനാണ് അവന് ഇനിയുള്ള ജീവിതത്തില് ഏറ്റവും നല്ലൊരു ജീവിതം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു രതീഷിന്റെ ജീവിതത്തിൽ എല്ലാവിധ നല്ല ആശംസകളും നേരുന്നു. ഓക്കെ പന്തിക്ക് തന്നെ ചെക്കൻ്റെ വീട്ടുകാർ കയറിയിട്ടുണ്ട് വേറെ ആരും നല്ല മെയിൻ പരിപാടിക്ക് ഇവിടെ ഇരിക്കുകയാണ് കുറെ നേരം ഇരിക്കണം നേരായിട്ട് ഫുഡൊന്നും വന്നുള്ള ചേച്ചിമാര് ഫുഡ് കൊണ്ടുവരുന്നതാണ് ഒരു പ്രദേശം അവിടെ പരിപാടി
വേണ്ട ചേച്ചി, ചാറ് മതി. ആ ഓർഡർ കണ്ട് കിട്ടിയാണ്. ഫുഡ് അടി കഴിഞ്ഞു. കൊള്ളാം, നല്ല ഫുഡായിരുന്നു. പിള്ളേരെ കണ്ടിട്ടുണ്ട്, അവരെ അതൊന്നറിയില്ല. പശുവിനുണ്ട് ഒരു കാണാറുത്താൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അയ്യോ കിട്ടി, അത് മാറുന്നേ. എൻ്റെ കൈ ഹാപ്പി മാരീഡ് ലൈഫ്. സൂര്യ ഇങ്ങോട്ട് നോക്ക്. അപ്പോ കല്യാണം കഴിഞ്ഞു, ഫുഡ് കഴിച്ചു, ഫോട്ടോ എടുത്തു. പിന്നെ ഇനി അടുത്ത പരിപാടി എന്താ? സീറ്റിയുടെ ഫ്രണ്ട്സാണ് ഇറാഖിൽ വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടാളും, ഇത് ആളുടെ വൈഫാണ്. അപ്പൊ സീറ്റിന് കല്യാണം എങ്ങനെയുണ്ടായി? ഓക്കെ, ബ്രോ എപ്പടി ഇരുന്നത്? അക്ക എപ്പടി ഇരുന്നത്? ഫുഡെല്ലാം എപ്പടി ഇരുന്നത്? ഫുഡ് ഓക്കെ. സീറ്റിക്കിட்ட ஏதாவது சொன்னா? சீட்டுக்கிட்ட ஏதாவது சொல்ல? சீட்டுக்கிட்ட ஹாப்பி மேரிட் லைஃப். ஓகே ப்ரோ, ஹாப்பி மேரிட் லைஃப். ஓகே ஓகே. എങ്ങനെയുണ്ടായി കല്യാണം? ആ ഡ്രസ്സൊക്കെ കൊള്ളാം. എങ്ങനെയുണ്ടായി? ഫുഡ് കഴിച്ചാ? ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡൊക്കെ എങ്ങനെയുണ്ടായി? പറ, ഫുഡ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാന്നുള്ളൂ. അടക്കോ, ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? ബാഗ ഫുഡ് എങ്ങനെയുണ്ട്?
എങ്ങനെയുണ്ടായി? ഒരു